Welcome to Technical Education Series program on electronic devices and circuits. This is the fifth session on transistor as an amplifier. In this session, we are discussing on multi-stage amplifiers, interstage coupling, and RC coupled amplifier. Multi-stage amplifiers. സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകളെ കുറിച്ചാണ് നാം ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വഴി ലഭ്യമാകുന്ന ഗെയിൻ വളരെ കുറവായത് കാരണം പ്രായോഗിക ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആംപ്ലിഫയർ സർക്യൂട്ടുകളിൽ ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയർ സ്റ്റേജുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയർ സ്റ്റേജുകൾ ഉൾപ്പെട്ടിരിക്കുന്ന ആംപ്ലിഫയറുകളെയാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. ആംപ്ലിഫയേഴ്സ് യൂസിംഗ് മോർ ദാൻ വൺ സ്റ്റേജ് ഓഫ് ആംപ്ലിഫയർ സർക്യൂട്ട് ഈസ് കോൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. നെക്സ്റ്റ്, നീഡ് ഫോർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉപയോഗിക്കേണ്ടി വരുന്നത് രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഒന്ന്, ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ നിന്നുള്ള വോൾട്ടേജ് ഗെയിൻ, പവർ ഗെയിൻ എന്നിവ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിന് മതിയാകാതെ വരുമ്പോൾ. രണ്ടാമത്, സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്നിവ ഉദ്ദേശിക്കുന്ന ഉപയോഗത്തിന് യോജിച്ച അളവിൽ അല്ലാതെ വരുമ്പോൾ. ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളിലാണ് നാം മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. Following are two situations to use multi-stage amplifiers. One, when the voltage or power amplification of a single stage amplifier is inadequate for a particular application. Second one, when the input bar output impedance level is not of the correct magnitude for the intended application. Concept of multi-stage amplifier. ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയർ സ്റ്റേജുകൾ ഉപയോഗിച്ച് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ രൂപപ്പെടുത്തുമ്പോൾ ആദ്യത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ട് എന്ന രീതിയിൽ കണക്ട് ചെയ്യുകയും രണ്ടാമത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ട് എന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് VI1 ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് VO1. ഇത് രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത് തുടർന്ന് വരുന്ന സ്റ്റേജിന്റെ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് കൂടുതൽ സ്റ്റേജുകൾ ഉൾപ്പെടുത്തി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ സംവിധാനം ചെയ്യാൻ സാധിക്കും. In multi-stage amplifiers, the output of first stage is connected to the input of the next stage, and the output of the second stage is connected to the input of the next stage, and so on. Gain of multi-stage amplifier. ഇനി മൾട്ടി-സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എങ്ങനെ കണക്കാക്കാം എന്ന് പരിശോധിക്കാം. ഒരു മൾട്ടി-സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് അതിലെ അവസാനത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് VOയും ആദ്യത്തെ സ്റ്റേജിന്റെ ഇൻപുട്ട് VSഉം തമ്മിലുള്ള അനുപാതമായിരിക്കും. ഇവിടെ അവസാനത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അതിനു മുമ്പേ വരുന്ന സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഓരോ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെയും ഔട്ട്പുട്ട് എത്രയായിരിക്കും എന്ന രൂപത്തിൽ പരിശോധിച്ചു നോക്കാം. The output of the first stage VO1 അഥവാ ഇൻപുട്ട് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ് VI2 എന്നത് VI1 into A1, അതായത് ഒന്നാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ട് ഇൻറ്റു ഒന്നാമത്തെ സ്റ്റേജിന്റെ ഗെയിൻ. അതാണ് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു VI1 into A1. ഇനി രണ്ടാമത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് VO2 അഥവാ അടുത്ത സ്റ്റേജിന്റെ മൂന്നാമത്തെ സ്റ്റേജിന്റെ
ഇൻപുട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ട് ഇൻറ്റു രണ്ടാമത്തെ സ്റ്റേജിന്റെ ഗെയിൻ, ദാറ്റ് ഈസ് Vi2 ഇൻറ്റു A2 എന്നായിരിക്കും. അതായത് Vi2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് Vi1 ഇൻറ്റു A1. സോ ദാറ്റ് Vi3 ഈസ് ഈക്വൽ ടു Vi1 ഇൻറ്റു A1 ഇൻറ്റു A2 ആയിരിക്കും. ഇനി അതേ രൂപത്തിൽ തന്നെ ഔട്ട്പുട്ട് ഓഫ് ദി ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് Vo, which is equal to Vo n, ലാസ്റ്റ് n സ്റ്റേജ് എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു An ഇൻറ്റു Vin, അതായത് nth സ്റ്റേജിന്റെ ഗെയിൻ ഇൻറ്റു nth സ്റ്റേജിന്റെ ഇൻപുട്ട് വോൾട്ടേജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Vi1, ഫസ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ട് ഇൻറ്റു ഫസ്റ്റ് സ്റ്റേജിന്റെ ഗെയിൻ ഇൻറ്റു സെക്കൻഡ് സ്റ്റേജിന്റെ ഗെയിൻ ആൻഡ് സോ ഓൺ, ദെൻ A-1 ഇൻറ്റു An എന്ന രീതിയിൽ കാണാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു Vo ബൈ Vs. Vo എന്നത് ലാസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടാണ്. Vs എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ട് Vi ഈക്വൽ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു Vi1 ഇൻറ്റു A1 ഇൻറ്റു A2 into A-1 into An divided by Vi. Vi, since Vi is equal to Vs, Vi Vs സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്നത് A1 ഇൻറ്റു A2 ഇൻറ്റു A-1 ഇൻറ്റു N എന്ന രീതിയിൽ കണക്കാക്കാവുന്നതാണ്. ഇവിടെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ആംപ്ലിഫയർ സ്റ്റേജിന്റെയും ഗെയിനുകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഗെയിൻ ഇൻ ഡെസിബൽ അഥവാ dB. ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ അതിന്റെ ഔട്ട്പുട്ട് മൂല്യവും ഇൻപുട്ട് മൂല്യവും തമ്മിലുള്ള അനുപാത സംഖ്യയിൽ പ്രസ്താവിക്കുന്നതിന് പകരം ഒരു ലോഗരിതമിക് അളവിൽ സൂചിപ്പിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആംപ്ലിഫയർ ഗെയിൻ പ്രവചിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ലോഗരിതമിക് യൂണിറ്റ് ആണ് ബെൽ. ബെൽ യൂണിറ്റിൽ പ്രസ്താവിക്കുമ്പോൾ വ്യത്യസ്ത അളവിലുള്ള കുറഞ്ഞതും കൂടിയതുമായ ഗെയിൻ മൂല്യങ്ങളെ ചെറിയ സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കാൻ സാധിക്കുന്നതും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഗെയിൻ കണക്കാക്കുമ്പോൾ ഓരോ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെയും dBയിലുള്ള ഗെയിൻ മൂല്യങ്ങൾ പരസ്പരം ആഡ് ചെയ്ത് ടോട്ടൽ ഗെയിൻ കണക്കാക്കാവുന്നതുമാണ്. Bell is a logarithmic unit proposed to express the gain. ഇവിടെ ബെൽ യൂണിറ്റ് സാധാരണ പ്രയോഗത്തിലുള്ള അളവിനേക്കാൾ കൂടിയ യൂണിറ്റ് ആയത് കാരണം അതിന്റെ ഉപയൂണിറ്റായ ഡെസിബെൽ ഉപയോഗിച്ചാണ് ഗെയിൻ പ്രസ്താവിക്കുന്നത്. 1 ബെൽ എന്നത് 10 ഡെസിബെല്ലിന് തുല്യമായിരിക്കും. ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും ഡെസിബെൽ യൂണിറ്റിൽ പ്രസ്താവിക്കുമ്പോൾ അതിന്റെ ലോഗ് മൂല്യം ഇൻറ്റു 20 എന്ന രീതിയിലാണ്. അതായത് വോൾട്ടേജ് ഗെയിൻ ഇൻ dB is equal to 20 log V out by V in. കറണ്ട് ഗെയിൻ ഇൻ dB is equal to 20 log I out by I in. എന്നാൽ പവർ എന്നത് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും സ്ക്വയർ മൂല്യത്തിന് അനുപാതത്തിലായതുകൊണ്ട് പവർ ഗെയിൻ ഇൻ dB എന്നത് 10 log P out by P in എന്ന രൂപത്തിലായിരിക്കും. Examples: convert the following into dB gain: voltage gain of 50, power gain of 100, current gain of 300. Solution: voltage gain 50 in dB is equal to 20 into log 50, that is equal to 20 into 1.6989 is equal to 34 dB.
Power gain 100 in dB is equal to 10 log 100, that is 10 into 2, which is equal to 20 dB. Current gain 300 in dB is equal to 20 log 300, that is 20 into 2.477, which is equal to 49.5 dB. Interstage coupling. മൾട്ടി-സ്റ്റേജ് ആംപ്ലിഫയർ സജ്ജീകരിക്കുമ്പോൾ ഒരു ആംപ്ലിഫയർ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് അടുത്ത ആംപ്ലിഫയർ സ്റ്റേജിന്റെ ഇൻപുട്ടിലോട്ട് ബന്ധിപ്പിക്കുന്നതിനെയാണ് ഇന്റർസ്റ്റേജ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇതിനെ കാസ്കേഡിംഗ് എന്നുകൂടെ പറയാം. ദി പ്രോസസ് ഓഫ് ജോയിനിങ് ദി ഔട്ട്പുട്ട് ഓഫ് വൺ ആംപ്ലിഫയർ സ്റ്റേജ് ടു ദി ഇൻപുട്ട് ഓഫ് ദി നെക്സ്റ്റ് ആംപ്ലിഫയർ സ്റ്റേജ് ഈസ് കോൾഡ് ഇന്റർസ്റ്റേജ് കപ്ലിംഗ് ഓർ കാസ്കേഡിംഗ്. ഇങ്ങനെ ആംപ്ലിഫയർ സ്റ്റേജുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതെങ്കിലും അനുയോജ്യമായ ഘടകങ്ങൾ വഴിയായിരിക്കണം. ഇതിനായി ഉപയോഗിക്കുന്ന ഘടകങ്ങളെ കപ്ലിംഗ് നെറ്റ്വർക്ക് എന്ന് പറയാം. ദി ഡിവൈസ് യൂസ്ഡ് ഫോർ കപ്ലിംഗ് ഈസ് കോൾഡ് കപ്ലിംഗ് നെറ്റ്വർക്ക്. ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന കപ്ലിംഗ് നെറ്റ്വർക്ക് പ്രധാനമായും 3 ധർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നവയായിരിക്കണം. ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് കപ്ലിംഗ് നെറ്റ്വർക്ക്. 1. Transfer the AC output of one stage to the input of the next stage without loss of signal. ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്നുമുള്ള AC സിഗ്നലുകളെ അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് നഷ്ടങ്ങളൊന്നും കൂടാതെ നൽകാൻ സാധിക്കണം. 2. Block the DC components and isolate the DC conditions of one stage to the next. DC കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുകയും 2 സ്റ്റേജിലെയും DC കണ്ടീഷൻസ് പരസ്പരം വേർതിരിച്ച് കൂടിക്കലരാതെ നിലനിർത്താൻ സാധിക്കണം. 3. Offer equal impedance to various frequencies of the signal wave. AC സിഗ്നലിൽ ഉൾപ്പെടുന്ന എല്ലാ ഫ്രീക്വൻസി കമ്പോണൻസിനും തുല്യ അളവിൽ ഇംപിഡൻസ് നൽകാൻ സാധിക്കണം. മെത്തേഡ്സ് ഓഫ് ഇന്റർസ്റ്റേജ് കപ്ലിംഗ്. ഇവിടെ കപ്ലിംഗ് നെറ്റ്വർക്കിൽ വിവിധ ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള കപ്ലിംഗ് രീതികൾ നിലവിലുണ്ട്. റെസിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചുള്ള റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കപ്ലിംഗ് RC കപ്ലിംഗ്, ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ഇൻഡക്ടർ ഉപയോഗിച്ചുള്ള ഇൻഡക്റ്റൻസ് ഓർ ഇൻഡക്റ്റീവ് കപ്ലിംഗ്, ഘടകങ്ങൾ ഉപയോഗിക്കാതെ നേരിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് കപ്ലിംഗ് എന്നിവ പ്രധാനപ്പെട്ട കപ്ലിംഗ് രീതികളാണ്. നമുക്ക് ഇവയിൽ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കപ്പിൾഡ് ആംപ്ലിഫയർ. ആംപ്ലിഫയർ സർക്യൂട്ടുകളിൽ വളരെ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു കപ്ലിംഗ് രീതിയാണ് RC കപ്ലിംഗ്. 2 സ്റ്റേജുകൾ ഉൾപ്പെട്ട ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്തരം ആംപ്ലിഫയർ സർക്യൂട്ടിൽ ഓരോ സ്റ്റേജിലെയും കലക്ടർ റെസിസ്റ്റർ RCക്ക് കുറുകെ രൂപപ്പെടുന്ന AC സിഗ്നലുകളെ ഒരു കപ്പാസിറ്റർ വഴി അടുത്ത സ്റ്റേജിന്റെ ബേസിലോട്ട് നൽകുന്നു എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സർക്യൂട്ടിൽ കപ്ലിംഗ് നെറ്റ്വർക്ക് സംവിധാനം ചെയ്തിരിക്കുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് RCയിൽ നിന്നും ഒരു കപ്പാസിറ്റർ അടുത്ത സ്റ്റേജിലെ ബേസിലോട്ട് കണക്ട് ചെയ്ത രീതിയിലായതുകൊണ്ട് ഈ കപ്ലിംഗ് രീതിയെ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കപ്ലിംഗ് എന്ന് പറയുന്നു. In this method, the signal developed across the collector resistor RC of each stage is coupled through a capacitor CC into the base of the next stage. As the coupling network consists of a capacitor CC followed by a connection from a shunt resistor RC, this scheme is called resistance capacitance coupling. സ്റ്റേജിൽ ഉപയോഗിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും ഫങ്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Cin എന്നത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, R1, R2, RE എന്നിവ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. CE എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, RC കളക്ടർ റെസിസ്റ്റർ ആൻഡ് CC
കപ്ലിംഗ് കപ്പാസിറ്റർ. അടുത്ത സ്റ്റേജിലും ഇതേ ഫങ്ഷൻസ് തന്നെയാണ്. ഇവിടെ ഇൻപുട്ടിൽ സിഗ്നൽ നൽകുമ്പോൾ അതിൻ്റെ ആംപ്ലിഫൈഡ് രൂപത്തിലുള്ള സിഗ്നൽ കളക്ടർ റെസിസ്റ്റർ RCയിൽ രൂപപ്പെടുകയും ഈ സിഗ്നലിനെ കപ്ലിംഗ് കപ്പാസിറ്റർ CC വഴി അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ടിലോട്ട് നൽകുന്നു. ഈ സിഗ്നൽ രണ്ടാമത്തെ സ്റ്റേജിൽ നിന്നും വീണ്ടും ആംപ്ലിഫിക്കേഷന് വിധേയമാവുകയും ആംപ്ലിഫൈഡ് സിഗ്നൽ അടുത്ത സ്റ്റേജിന്റെ റെസിസ്റ്റർ RCക്ക് കുറുകെ രൂപപ്പെടുകയും കപ്പാസിറ്റർ CC വഴി ഔട്ട്പുട്ടിലോട്ട് നൽകുകയും ചെയ്യുന്നു. ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫ് ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിലെ സൂചന പ്രകാരം 50 ഹെർട്സ് മുതൽ 20 കിലോഹെർട്സ് വരെയുള്ള സിഗ്നൽ ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ പരമാവധി മൂല്യത്തിൽ സ്ഥിരമായി നിൽക്കുന്നതായും എന്നാൽ 50 ഹെർട്സിൽ താഴെയുള്ള ലോ ഫ്രീക്വൻസി റേഞ്ചിലും 20 കിലോഹെർട്സിൽ മേലെയുള്ള ഹൈ ഫ്രീക്വൻസി റേഞ്ചിലും ഗെയിൻ കുറയുന്നതായും കാണാം. Gain is constant for a limited band of frequencies 50 Hz to 20 kHz. But the gain falls at low frequency below 50 Hz and high frequency above 20 kHz. Any low frequency, mid frequency, high frequency എന്നീ സമയങ്ങളിൽ ഫ്രീക്വൻസി റെസ്പോൺസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായി ലോ ഫ്രീക്വൻസി റേഞ്ച്. At low frequency below 50 Hz. ലോ ഫ്രീക്വൻസി സമയം ഫ്രീക്വൻസി റെസ്പോൺസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഹൈ റിയാക്ടൻസ് ഓഫ് ദി കപ്ലിംഗ് കപ്പാസിറ്റർ. ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് ലോ ഫ്രീക്വൻസി സമയം കൂടുതലായത് കാരണം ഇൻപുട്ട് നൽകുന്ന സിഗ്നലിന്റെ ഒരു ഭാഗം കപ്പാസിറ്ററിന് കുറുകെ നിശബ്ദമാവുകയും ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലോട്ട് ലഭ്യമാകുന്ന സിഗ്നലിന്റെ അളവ് കുറയുകയും ഇത് ഗെയിൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം ഹൈ റിയാക്ടൻസ് ഓഫ് ദി ബൈപ്പാസ് കപ്പാസിറ്റർ. ലോ ഫ്രീക്വൻസി സമയം ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കൂടുതലായത് കാരണം ഇതുവഴിയുള്ള AC സിഗ്നൽ ബൈപ്പാസ് നടക്കാതെ വരികയും അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവാൻ കാരണമാകുകയും അതുവഴി ഗെയിൻ കുറയുകയും ചെയ്യും. ഇനി ഹൈ ഫ്രീക്വൻസി സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രീക്വൻസി റെസ്പോൺസിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. അറ്റ് ഹൈ ഫ്രീക്വൻസി അബവ് 20 കിലോഹെർട്സ്. ഫസ്റ്റ് വൺ, റെഡ്യൂസ്ഡ് റിയാക്ടൻസ് ഓഫ് CB ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഹൈ ഫ്രീക്വൻസി സമയം ട്രാൻസിസ്റ്ററിന്റെ കലക്ടറിനും ബേസിനും ഇടയിലുള്ള ഇന്റേണൽ ജംഗ്ഷൻ കപ്പാസിറ്റൻസിന്റെ റിയാക്ടൻസ് വളരെ കുറവായിരിക്കും. അത് കാരണം ഈ കപ്പാസിറ്റർ വഴി ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലോട്ട് സിഗ്നൽ തിരിച്ചു വന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കുകയും അത് ഗെയിൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. അടുത്തത് റെഡ്യൂസ്ഡ് റിയാക്ടൻസ് ഓഫ് EP ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഇതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി സമയം ട്രാൻസിസ്റ്ററിന്റെ ബേസിനും എമിറ്ററിനും ഇടയിലുള്ള ഇന്റേണൽ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് റിയാക്ടൻസ് കുറയുന്നത് കാരണം ബേസ് കറണ്ട് കൂടാൻ കാരണമാവുകയും ബേസ് കറണ്ട് കൂടുന്നത് കാരണം ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഗെയിൻ കുറയുകയും കറണ്ട് ഗെയിനിൽ ഉണ്ടാവുന്ന കുറവ് വോൾട്ടേജ് ഗെയിൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. അടുത്തത് റെഡ്യൂസ്ഡ് റിയാക്ടൻസ് ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഹൈ ഫ്രീക്വൻസി സമയത്ത് കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കുറയുന്നത് ഈ കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായി വർത്തിക്കാൻ കാരണമാവുകയും ട്രാൻസിസ്റ്ററിന് കുറുകെയുള്ള ലോഡിംഗ് എഫക്റ്റ് കൂടുകയും ഇത് ഗെയിൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. ഇനി മിഡ് ഫ്രീക്വൻസി സമയം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അറ്റ് മിഡ് ഫ്രീക്വൻസി 50 Hz to 20 kHz.
lower reactance of coupling capacitor tends to increase the gain. ഇവിടെ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കുറയുകയും അത് ഗെയിൻ കൂടാൻ കാരണമാവുകയും ചെയ്യും. എന്നാൽ അതേ സമയം തന്നെ ലോവർ റിയാക്ടൻസ് ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ കോസസ് ടു ഹാവ് ഹയർ ലോഡിംഗ് എഫക്ട് വിച്ച് റെഡ്യൂസസ് ദി ഗെയിൻ. ഹൈ ഫ്രീക്വൻസി സമയം കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കുറയുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ടായി വർത്തിക്കാൻ കാരണമാകുകയും ട്രാൻസിസ്റ്ററിന്റെ ലോഡിംഗ് എഫക്റ്റ് കൂട്ടുകയും ഗെയിൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കുറയുന്നത് ഒരു ഭാഗത്ത് ഗെയിൻ കൂടാൻ കാരണമാകുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് കപ്ലിംഗ് കപ്പാസിറ്റർ റിയാക്ടൻസ് കുറയുന്നത് ലോഡിംഗ് എഫക്റ്റ് വർദ്ധിപ്പിച്ച് ഗെയിൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം ക്യാൻസൽ ചെയ്ത് ഒരു സ്ഥിര മൂല്യത്തിലുള്ള ഗെയിൻ ലഭ്യമാവാൻ കാരണമാവുന്നു. These two factors almost cancels each other, resulting in a uniform gain at mid frequency. ഇനി ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ബാൻഡ്വിഡ്ത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ബാൻഡ്വിഡ്ത്ത് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, ദി ബാൻഡ്വിഡ്ത്ത് ഈസ് വൈഡ് ഓവർ AF റേഞ്ച് ഓൺലി. ഇവിടെ 70.7% അതിൽ കൂടുതലും ഗെയിൻ ലഭ്യമാകുന്ന ഫ്രീക്വൻസി റേഞ്ച് F1 മുതൽ F2 വരെ പൂർണ്ണമായും ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ബെറ്റർ ഓൺ AF റേഞ്ച് ഓൺലി എന്ന് പറയാം. അഡ്വാൻറ്റേജസ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സലന്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓവർ AF റേഞ്ച്. AF റേഞ്ചിൽ മെച്ചപ്പെട്ട ഫ്രീക്വൻസി റെസ്പോൺസ്. റിക്വയർസ് നോ എക്സ്പെൻസീവ് ഓർ ബൾക്കി കമ്പോണൻസ്. വില കൂടുതലോ വലുപ്പം കൂടുതലോ ഉള്ള ഘടകങ്ങൾ ആവശ്യമില്ല. മോർ കോമ്പാക്ട് ആൻഡ് ചീപ്പ്. ഒതുക്കമുള്ളതും ചിലവ് കുറഞ്ഞതുമാണ്. ഓവറാൾ ആംപ്ലിഫിക്കേഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ കപ്ലിംഗ്സ്. മറ്റ് കപ്ലിംഗ് രീതികളെ അപേക്ഷിച്ച് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന് ആംപ്ലിഫിക്കേഷൻ കൂടുതലാണ്. മിനിമം പോസിബിൾ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രമേ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ഡ്യൂ ടു ലോഡിംഗ് എഫക്ട് ഓഫ് ദി ഫോളോയിങ് സ്റ്റേജസ്. തുടർന്ന് വരുന്ന സ്റ്റേജുകൾ വഴിയുള്ള ലോഡിംഗ് എഫക്ട് കാരണം ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിനും പവർ ഗെയിനും കുറവായിരിക്കും. ബിക്കംസ് നോയ്സി വിത്ത് ദി ഏജ്, പെർട്ടിക്കുലർലി ഇൻ മോയിസ്റ്റ് ക്ലൈമറ്റ്സ്. കാലക്രമേണ പ്രത്യേകിച്ച് തണുപ്പുള്ള കാലാവസ്ഥയിൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ശബ്ദമയമാകാനുള്ള സാധ്യത കൂടുതലാണ്. പുവർ ഇംപിഡൻസ് മാച്ചിങ്. കൃത്യമായ ഇംപിഡൻസ് മാച്ചിങ് സാധ്യമല്ല. റിക്വയർസ് ഹൈ സപ്ലൈ വോൾട്ടേജ് ടു ഓവർകം ദി ലാർജ് ഡ്രോപ്പ് അക്രോസ് ദി കളക്ടർ ലോഡ് റെസിസ്റ്റൻസ്. കളക്ടർ ലോഡായി റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് കാരണം മതിയായ കളക്ടർ വോൾട്ടേജ് ലഭ്യമാകുന്നതിന് കൂടിയ അളവിലുള്ള VCC ആവശ്യമാണ്. നോട്ട് സ്യൂട്ട് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഹൈ ഫ്രീക്വൻസി ഉപയോഗത്തിന് ഇത് യോജിച്ചതല്ല. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ. ദി ഓഡിയോ ഫിഡലിറ്റി ഓഫ് RC coupled amplifier is very good over a wide range of frequency. Hence, they find application as voltage amplifiers in audio equipments such as radio receiver, tape recorders, sound section of TV receiver, PA system, etc. Let us stop the session here and we'll discuss the main points we discussed in this session. We have been discussing on multi-stage amplifiers. Amplifiers using more than one stage of amplifier is called multi-stage amplifiers. We discussed the need for multi-stage amplifier. We are using multi-stage amplifiers in two different situations.
that is when the voltage or power gain of the single stage amplifier is inadequate for particular application, and second situation is when the input or output impedance level is not of the correct magnitude for the intended application. We also discussed the concept of multi-stage amplifier. Multi-stage amplifiers are arranged by connecting the output of the one stage to the input of the second stage and the output of the second stage to the input of the next stage, and so on. And we derived the expression for the gain of the multi-stage amplifier, that is the gain of the multi-stage amplifier will be equal to the product of the individual gains of the each amplifier stage used in the multi-stage configuration, that is A is equal to A1 into A2 into AN. We discussed on a logarithmic scale dB to express the gain of the amplifier, and we found that the voltage gain and current gain of the amplifier can be converted into dB by multiplying their log values with 20, and the power gain of the amplifier can be converted into dB by multiplying its log value with 10. And then we discussed interstage coupling. Interstage coupling is the process of connecting the output of one amplifier stage to the input of the next stage through a coupling network. Based on the components used in the coupling network, we can have RC coupling, transformer coupling, and direct coupling. We also discussed on RC coupled amplifier, its operation, frequency response, advantages, disadvantages, and applications. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള സെഷൻ ഉടനെ ലഭ്യമാണ്. കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.